എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, നമ്മളിൽ മിക്കവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ള ഈ വൃത്തിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വളരെ രസകരവും അല്പം വർണ്ണാഭവുമായ ഒരു മനഃശാസ്ത്ര യാത്രയെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അലങ്കോലമായി കിടക്കുന്ന ഒരു മുറി ചിലർക്ക് കടുത്ത ഉത്കണ്ഠയുണ്ടാക്കുന്നത്, എന്നാൽ മറ്റു ചിലർക്ക് അത് തീരെ ശ്രദ്ധയിൽപ്പെടുക പോലുമില്ല? അതെന്തുകൊണ്ടാകും? സത്യത്തിൽ ഇതൊരു വീട് എങ്ങനെ വൃത്തിയാക്കാം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സൊന്നുമല്ല കേട്ടോ, മറിച്ച് എൻവയോൺമെന്റൽ സൈക്കോളജി അഥവാ പരിസ്ഥിതി മനഃശാസ്ത്രത്തിലേക്കുള്ള വളരെ കൗതുകകരമായ ഒരു അന്വേഷണമാണിത്. നമ്മുടെ ആന്തരിക ലോകം എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകളെ വിലയിരുത്തുന്നത് എന്നതിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണിത്. ഒന്നാമത്തെ ഭാഗം, ഇടങ്ങളുടെ മനഃശാസ്ത്രം. ശരി, നമുക്ക് ഇതിലേക്ക് നേരിട്ട് കടക്കാം. നമ്മുടെ മനസ്സ് ചുറ്റുപാടുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം. എൻവയോൺമെന്റൽ സെൽഫ് എഫിഷ്യൻസി അഥവാ പരിസ്ഥിതി സ്വയം പര്യാപ്തത കേൾക്കുമ്പോൾ വലിയൊരു വാക്കായി തോന്നാമല്ലേ? എന്നാൽ സംഗതി ലളിതമാണ്. സ്വന്തം ചുറ്റുപാടുകളിൽ തങ്ങൾക്ക് നിയന്ത്രണമുണ്ടെന്നും എല്ലാം ചിട്ടയോടെ വയ്ക്കുന്നതുവഴി വലിയ മാനസിക സന്തോഷം ലഭിക്കുമെന്നുമുള്ള ഒരു വിശ്വാസമാണിത്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട് എന്നത് സ്വന്തം വ്യക്തിത്വത്തിന്റെ തന്നെ വളരെ സജീവമായ വർണ്ണാഭമായ ഒരു ഭാഗമാണ്. അതുകൊണ്ടുതന്നെ വൃത്തിയില്ലാത്ത ഒരു അടുക്കള കാണുമ്പോൾ അതവർക്കൊരു വെറും അലങ്കോലമല്ല, മറിച്ച് സ്വന്തം വ്യക്തിത്വത്തിനു നേരെയുള്ള ഒരു ആക്രമണമാണ് അവർക്ക് അനുഭവപ്പെടുക. എല്ലാം വൃത്തിയായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ നിയന്ത്രണം ലഭിച്ചതുപോലെ അവർക്ക് തോന്നും. രണ്ടാമത്തെ ഭാഗം, എന്തിനാണ് നമുക്ക് ഈ ചിട്ട? സത്യത്തിൽ നമ്മുടെ തലച്ചോറുകളുടെ രണ്ട് വ്യത്യസ്ത കഥകളിലെ ആദ്യത്തെ കഥയാണിത്. ഒരു വൃത്തിയായ മനസ്സിന്റെ അടിസ്ഥാനം ശരിക്കും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡാർബി സാക്സ്ബേ, റീന റെപ്പറ്റി എന്നിവരുടെ ഗവേഷണങ്ങൾ കാണിക്കുന്നത് അലങ്കോലമായ വീടുകളിൽ താമസിക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കൂടുതലാണെന്നാണ്. അതുകൊണ്ട് ഇവർക്ക് വൃത്തിയാക്കൽ എന്നത് സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു പ്രധാന വഴിയാണ്. അതുപോലെ തന്നെ ഡാനിയൽ ലെവിറ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ചിട്ടയില്ലാത്ത ചുറ്റുപാടുകൾ നമ്മുടെ തലച്ചോറിനൊരു വലിയ ഭാരമാണ്. പൂർത്തിയാക്കാത്ത ഓരോ ജോലിയും കമ്പ്യൂട്ടറിൽ തുറന്നു വെച്ചിരിക്കുന്ന അനേകം ടാബുകൾ പോലെ മനസ്സിലൊരു ഓപ്പൺ ലൂപ്പ് അഥവാ ഒരു ബാധ്യതയായി കിടക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഒരു പ്രശ്നമുണ്ടാകുന്നതിനു മുൻപേ എല്ലാം മുൻകൂട്ടി വൃത്തിയാക്കി വെക്കുന്നത്. മൂന്നാമത്തെ ഭാഗം, അലങ്കോലത്തിന്റെ ശാസ്ത്രം. ഇനി ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാണയത്തിന്റെ മറുപുറം തികച്ചും വ്യത്യസ്തമാണ് എന്നതാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. സെൻസറി അഡാപ്റ്റേഷൻ അഥവാ ഇന്ദ്രിയങ്ങളുടെ പൊരുത്തപ്പെടൽ. അതായത് അലക്കിയിടാത്ത തുണികളുടെ വലിയൊരു കൂമ്പാരം ചിലർക്ക് അക്ഷരാർത്ഥത്തിൽ കാണാനേ കഴിയില്ല. അതിനർത്ഥം അവർ വലിയ മടിയന്മാരാണെന്നല്ല കേട്ടോ, മറിച്ച് അവരുടെ തലച്ചോർ ആ അലങ്കോലത്തെ ഒരു സാധാരണ കാര്യമായി, തികച്ചും സ്വാഭാവികമായൊരു ചുറ്റുപാടായി കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. അവരുടെ നാഡീവ്യവസ്ഥ ഇതിനെയൊരു പ്രശ്നമായി കാണിക്കുന്നത് നിർത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം. എന്തുകൊണ്ടാണ് ചിലർക്ക് അലങ്കോലങ്ങൾ ഇത്ര എളുപ്പത്തിൽ സഹിക്കാൻ കഴിയുന്നത്? ശരിക്കും ഇവർക്ക് വീടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അഥവാ സ്കീമാസ് അത്ര കർശനമല്ല. അലങ്കോലം അവർക്ക് വെറുമൊരു വീട് എന്ന ഊഷ്മളമായ തോന്നലാണ് നൽകുന്നത്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓവർവെൽം എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. കടുത്ത ജോലിത്തിരക്ക്, മാനസിക സമ്മർദ്ദം, ADHD പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ കടുത്ത ക്ഷീണമുള്ളപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഹാങ് ആവുന്നതുപോലെ തലച്ചോറിന് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വൃത്തിയാക്കാൻ കഴിയില്ല. ഇതൊരിക്കലും അവരുടെ മനഃപൂർവ്വമുള്ള തിരഞ്ഞെടുപ്പല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു പരിമിതി മാത്രമാണ്. അതെ, നമ്മളിതിനെ വളരെ സഹാനുഭൂതിയോടെ തന്നെ വേണം നോക്കിക്കാണാൻ. മിനസോട്ട യൂണിവേഴ്സിറ്റിയിലെ കാത്ലീൻ വോസിന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. അലങ്കോലമായ ചുറ്റുപാടുകൾ സർഗാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കും, എന്നാൽ വൃത്തിയുള്ള ചുറ്റുപാടുകൾ സാധാരണ പെരുമാറ്റങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് ശരിക്കും വളരെ രസകരമല്ലേ? ചിട്ടയില്ലാത്ത അന്തരീക്ഷം ചിലർക്ക് വെറുമൊരു അലങ്കോലമല്ല, മറിച്ച് അവരുടെ തലച്ചോറിന് പുതിയ ആശയങ്ങൾ നൽകുന്ന വർണ്ണാഭമായതും ഉത്തേജനം നൽകുന്നതുമായ ഒരു മികച്ച സാഹചര്യമാണ്. അപ്പോൾ അലങ്കോലമായ മുറിയുള്ളവരെ നമ്മൾ ഇനി മുതൽ കുറച്ചുകൂടി പോസിറ്റീവായി കാണേണ്ടിയിരിക്കുന്നു, അല്ലേ? ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ തലച്ചോറ് ചുറ്റുപാടുകളുമായി സംവദിക്കുന്ന രണ്ട് വ്യത്യസ്തവും എന്നാൽ തികച്ചും തുല്യവുമായ രീതികളെയാണ്. ഒരു വശത്ത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വൃത്തിയാക്കുന്നവരും, മറുവശത്ത് ആ അലങ്കോലങ്ങളോട് പൊരുത്തപ്പെട്ട് അതിൽ നിന്ന് തന്നെ സർഗാത്മകത കണ്ടെത്തുന്നവരും. സത്യത്തിൽ ഈ രണ്ട് രീതികളും പരിസ്ഥിതി മനഃശാസ്ത്ര പ്രകാരം തികച്ചും യുക്തിസഹമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ വ്യത്യാസങ്ങൾ ആണും പെണ്ണും എന്ന ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണോ സംഭവിക്കുന്നത്? വ്യക്തിഗതമായ മനഃശാസ്ത്രത്തിൽ നിന്നും? നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഇടങ്ങളെ സങ്കീർണമാക്കുന്ന സാമൂഹിക ഘടകങ്ങളിലേക്കുള്ള വളരെ വലിയൊരു മാറ്റമാണ് നാം ഇനി കാണാൻ പോകുന്നത്. നാലാമത്തെ ഭാഗം, വൃത്തിയുടെ കാര്യത്തിലുള്ള ലിംഗവ്യത്യാസം. ആർലി ഹോച്ച്ചൈൽഡിന്റെ സെക്കൻഡ് ഷിഫ്റ്റ് എന്ന ആശയം ഇവിടെയാണ് ഏറെ പ്രസക്തമാകുന്നത്. ഇത് ജന്മനാ ഉള്ളതല്ല, മറിച്ച് സമൂഹം നമ്മളെ പഠിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്.
നമുക്കിനി ഇതൊന്ന് പരിശോധിക്കാം. ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം. സമൂഹം എങ്ങനെയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അടിസ്ഥാനപരമായി തന്നെ തികച്ചും വ്യത്യസ്തമായ ചിന്താഗതികൾ നൽകുന്നതെന്ന് നമുക്കിവിടെ കാണാം. സ്ത്രീകൾക്ക് വീട് എന്നത് അവരുടെ മൂല്യത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ടുതന്നെ അലങ്കോലങ്ങൾ അവർക്ക് നാണക്കേടും കടുത്ത സമ്മർദ്ദവും ഉണ്ടാക്കുന്നു. അതുകൊണ്ടുതന്നെ അവർ എപ്പോഴും ഉത്കണ്ഠയോടെ വൃത്തിയാക്കാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് വീട് എന്നത് ജോലിക്ക് ശേഷം വിശ്രമിക്കാനുള്ളൊരിടം മാത്രമാണ്. അതുകൊണ്ടുതന്നെ അലങ്കോലങ്ങൾ അവർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇവിടെയാണ് നോട്ടീസിംഗ് ഗ്യാപ്പ് അഥവാ ശ്രദ്ധിക്കുന്നതിലെ അന്തരം എന്ന കൗതുകകരമായ പ്രതിഭാസം വരുന്നത്. നോക്കൂ, പുരുഷന്മാർ മനഃപൂർവ്വം വൃത്തികേടുകൾ കാണാതിരിക്കുന്നതല്ല, പങ്കിടുന്ന ഇടങ്ങളിൽ അവർ ശരിക്കും ആ അലങ്കോലം കാണുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണെന്നോ, ഇത്രയും വൃത്തി മതി എന്ന് സമൂഹം അവരെ കാലങ്ങളായി പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ആ പരിധി വളരെ വലുതാണ്. ഇതിൽ യാതൊരുവിധ അഭിനയവുമില്ല കേട്ടോ. ഇത് കേവലം പഠിച്ചെടുത്ത ഒരു രീതി മാത്രമാണ്. ഇതിൽ വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ, ഒരാൾ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ ലിംഗവ്യത്യാസം വളരെ വേഗം ചുരുങ്ങുന്നുവെന്നതാണ്. സമൂഹത്തിന്റെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയമോ ഇല്ലാത്തപ്പോൾ എല്ലാവരും അവരുടെ യഥാർത്ഥ മാനസികാവസ്ഥയിലേക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അടിസ്ഥാന സ്വഭാവത്തിലേക്ക് തിരികെ പോകുന്നു. 5ാമത്തെ ഭാഗം, അലങ്കോലങ്ങൾക്കപ്പുറത്തേക്ക്. നമ്മൾ സംസാരിച്ച ഈ 2 വ്യത്യസ്ത തലച്ചോറുകളുടെ സ്വഭാവങ്ങളും സാമൂഹിക രീതികളും കൂടിച്ചേരുമ്പോഴുള്ള യഥാർത്ഥ ചിത്രമെന്താണെന്ന് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: തുല്യമായ വീടുകൾ അഥവാ ഇക്വിറ്റബിൾ ഹൗസ് ഹോൾഡ്സ്. കുട്ടിക്കാലം മുതൽ തന്നെ വീട്ടിലെ ജോലികൾ തുല്യമായി പങ്കിടുന്ന, എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന വീടുകളിൽ വളരുന്ന കുട്ടികൾ വലുതാകുമ്പോൾ ഒരേപോലെയുള്ള വൃത്തിശീലങ്ങളുള്ളവരായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് പുരുഷന്മാർ വൃത്തിയാക്കില്ല എന്നതോ അല്ലെങ്കിൽ വൃത്തിയുള്ളവർ വൃത്തിയില്ലാത്തവർ എന്നൊക്കെയുള്ളത് നമ്മൾ കാലങ്ങളായി പഠിച്ചെടുത്ത ശീലങ്ങളാണ്, അല്ലാതെ അത് വ്യക്തികളുടെ ജനനത്താലുള്ള സ്വഭാവദൂഷ്യമൊന്നുമല്ല. നമ്മുടെ വൃത്തിയാക്കൽ ശീലങ്ങൾ എന്നത് നമ്മൾ പഠിച്ചെടുത്ത കാഴ്ചപ്പാടുകളുടെയും സ്ട്രെസ് ഹോർമോണുകളുടെയും നമ്മുടെ തലച്ചോറിന്റെ പൊരുത്തപ്പെടലിന്റെയും ഒക്കെ ഒരു വർണ്ണാഭമായ മിശ്രിതമാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന അലങ്കോലപ്രിയനായ സുഹൃത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെയോ ഇന്നുമുതൽ നിങ്ങൾ എങ്ങനെയാകും നോക്കിക്കാണുക? ഇനി മുതൽ വീട്ടിലെ അലങ്കോലങ്ങളെ വെറും ദേഷ്യത്തോടെയല്ല, മറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന വ്യക്തമായ തിരിച്ചറിവോടെയാകും നിങ്ങൾ സമീപിക്കുകയെന്ന് എനിക്കുറപ്പുണ്ട്. ഇടങ്ങളുടെ ഈ മനഃശാസ്ത്രം നിങ്ങളെ പുതിയ രീതിയിൽ ചിന്തിപ്പിക്കട്ടെ.